ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹൈപ്പർ ക്രൂസർ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ 2020 RS 200ൻ്റെ റിവ്യൂ ആണ്. ഓക്കെ, ഷോർട്ട് റിവ്യൂ ആണ്. അധികം വലിച്ചു നീട്ടി എന്താ പറയേണ്ടത്, ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നുമല്ല. നമ്മൾ പൾസർ RS 200ൻ്റെ ഷോർട്ട് റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ചെറുതായിട്ടൊരു റൈഡ് റിവ്യൂ ഉണ്ട്, റൈഡ് എക്സ്പീരിയൻസും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബി റോൾ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബി റോൾ ഷോർട്സ് ഒക്കെ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റ് റിവ്യൂയിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ലുക്ക് വൈസ് പറയുകയാണെങ്കിൽ ഒന്നും തന്നെ മാറിയിട്ടില്ല. നമ്മളെ പഴയ RSഉം പുതിയ RSഉം തമ്മിൽ ഒന്നും തന്നെ മാറിയിട്ടില്ല. ഗ്രാഫിക്സ് മാത്രമാണ് മാറിയിരിക്കുന്നത്. ഡിസൈൻ, അതായത് ഈ ഡിസൈൻസും കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഗ്രാഫിക്സ് മാത്രമാണ് അവർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പെയിൻറ്റ് സ്കീമും മാറ്റിയിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നും തന്നെ ഇതിൽ മാറ്റിയിട്ടില്ല എന്ന് വേണം പറയാൻ. അലോയുടെ കളർ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വൈറ്റ് സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ഇവിടെ അതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ കാർബൺ ഫൈബറിൻ്റെ ഒരു ചെറിയൊരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും അതേ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ RSൽ ഉണ്ടായിരുന്ന അതേ സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഇവർ ചേസിനെ വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ചാസി വൈറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ബാക്ക് അലോയ്സ് വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെയാണ് മേജറായിട്ടുള്ള ചേഞ്ച് ഇതിൽ വരുത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു വൈറ്റ് സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇവിടെ ഒരു കാർബൺ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ജസ്റ്റ് ഒരു സ്റ്റിക്കർ മാത്രമാണ്, യഥാർത്ഥത്തിൽ കാർബൺ അല്ല. അപ്പോൾ ഇത്രയും ചേഞ്ച് മാത്രമാണ് ഈ ഒരു 2020 മോഡൽ RS 200ൽ കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചും കാര്യങ്ങളും. ഈ നമ്മുടെ മീറ്ററിൽ വന്നിട്ടുള്ള ചേഞ്ചുകളൊന്നും പറയാനായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാം പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് അറിയാം, പഴയ കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ സ്വിച്ചും കാര്യങ്ങളും എല്ലാം തന്നെ പഴയ അതേ ഡിസൈനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അടുത്ത നമ്മൾ ഈ വണ്ടിയുടെ ഹൃദയത്തിനെ പറ്റി സംസാരിക്കാൻ പോവുകയാണ്. ഈ ഹൃദയം വന്നത് 199.4 cc ലിക്വിഡ് കൂൾഡ് 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ 24 PS at 9750 RPMലും അതുപോലെ തന്നെ ടോർക്ക് വന്നിട്ട് 18.6 Nm at 8000 RPMലാണ് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവേഴ്സ്. ഇത് നമ്മുടെ റിയർ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ സൈസായാലും ഡിസ്കിൻ്റെ സൈസായാലും എല്ലാം തന്നെ പഴയ വണ്ടിയുടെ അതേ ഒരു ഡിസൈനും കാര്യങ്ങളുമാണ്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ആകെ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ABS ആണ്. ഓക്കെ, മുമ്പത്തെ വണ്ടികൾക്ക് സിംഗിൾ ചാനൽ ABS ആയിരുന്നു. ബാക്കിൽ വെറും ഒരു ഡമ്മി ABS ആണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഡമ്മി അല്ല, വർക്കിംഗ് ABS ആണ്. അപ്പോൾ ഇതിപ്പോൾ ഡ്യുവൽ ചാനൽ ABS ആണ് ഇതിലാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൽ ആകെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ഫ്രണ്ട് സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സെക്ഷനിൽ ആകെ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ റിഫ്ലക്ടർ മാത്രമാണ്. അല്ലാതെ തന്നെ വേറൊരു ചേഞ്ച് ഇതിൽ വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ റേഡിയേറ്ററൊക്കെ ഇതിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. പണ്ടത്തെ അതേ സെയിം സംഭവങ്ങളൊക്കെയാണ്. ഇതൊന്നും എടുത്തു പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. കാരണം മുമ്പത്തെ വണ്ടിയുടെ അതേ കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ബാക്ക് ഷോക്കപ്സ് ആയാലും നമ്മുടെ മുമ്പത്തെ വണ്ടികൾ വന്നുകൊണ്ടിരുന്ന മോണോ ഷോക്കാണ്, അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വണ്ടിയിൽ മൊത്തത്തിൽ പുതിയതായിട്ട് വന്ന കാര്യങ്ങളെന്ന് പറയാനായിട്ട് ഇത്രയൊക്കെ തന്നെയാണ്. ഫ്രണ്ടിൽ റിഫ്ലക്ടർ വന്നിട്ടുണ്ട്, ബാക്കിൽ ABS ആയിട്ടുണ്ട്, വണ്ടിയുടെ ഗ്രാഫിക്സ് മൊത്തം മാറിയിട്ടുണ്ട്. ഇത്രയും തന്നെയാണ് 2020 RS 200ൽ ബജാജ് കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചും കാര്യങ്ങളും. അപ്പോൾ ഇനി ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ആ റിവ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് വരാം. ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന നമ്മുടെ 2020 വെർഷൻ RS 200 ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള, ഹിമാലയനെ ഓടിച്ച് എന്തോ ഒരു കളപ്പാട്ട് ഓടിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ സെക്കൻഡ് എനിക്ക് പറയാനുള്ള ക്ലച്ച് നല്ല ടൈറ്റാണ്. ക്ലച്ച് ഒരുപാട് ടൈറ്റാണ്. പിന്നെ പവറിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത പവർ തന്നെയാണ് നമുക്ക് തരുന്നത്. വൈബ്രേഷൻസ് ഒന്നും തന്നെ ഇല്ല.
മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ വണ്ടി ഇപ്പോൾ തിരിച്ചുമാണ്. കാരണം ആക്സിലറേഷൻ റോഡ് റെസ്പോൺസ് കൈ കൊടുത്തിട്ടും വണ്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല പെട്ടെന്ന്. അത് നല്ലൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഷോറൂം എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ റൈഡ് റിവ്യൂ ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തത്, ഡീറ്റെയിൽ റിവ്യൂ ഒന്നും അല്ല, ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വന്നിട്ട് 158,500 ആണ്, അതായത് 1,58,500 റുപ്പീസാണ് വണ്ടിയുടെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. ഇനി അടുത്ത നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ പൾസർ RS 200 2020 വെർഷൻ്റെ എക്സോസ്റ്റ് നോട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത് കാണുവരെ ഇറ്റ്സ് മീ സുമി സൈനിങ് ഓഫ്. ബൈ.